ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. നോക്കാം. വൺ പാർട്ട് ഓഫ് എ ജോമെട്രിക്കൽ ഫിഗർ ഇസ് ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആസ് ക്വസ്റ്റ്യൻ ഫിഗർ ആൻഡ് ദി അതർ വൺ ഇസ് അമംഗ് ദ ഫോർ ആൻസർ ഫിഗേഴ്സ് 1, 2, 3, 4 on the right hand side. Find the figure on the right hand side that complete the geometrical figure and write the number given below that figure in box against the number corresponding to the question. നിങ്ങൾ ഈ പറയുന്ന 4-5 ലൈൻ മേലെ തരുന്നില്ലേ, അത് വായിച്ച് നോക്കണം എപ്പോഴും കേട്ടോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഫിഗറിൽ തന്നിട്ടില്ലേ, ഒരു 26 തന്നിട്ടില്ലേ, അതും ആൻസർ ഫിഗറിൽ തന്നിട്ടില്ലേ, അത് കംപ്ലീറ്റ് ചെയ്യണം. ആ പിക്കിനെ കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ജോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആൻസർ പറയൂ. തേർഡ് വേണോ? Third one. Okay. Second question answer. Third one. Second question third one അല്ലേ? ദയ എന്തോന്നും ഇല്ലാത്ത? Third one. ഫസ്റ്റ് ക്വസ്റ്റ്യൻ Third one. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3 28 Third. അതും തേർഡാ? Third one. നന്നായി നോക്കിയല്ലോ അല്ലേ? 28. Third. ഓക്കെ, First one. Second one. കിഷാൻ പറഞ്ഞു. അവന്തിക ഏത് പറയണു? Ma'am, second one. അവന്തിക എന്ത് പറയണു? അവന്തിക കറക്റ്റ് ആൻസർ പറയൂ. ഏതാ? Second. 30th. ഏതാ 30ന്റെ ആൻസർ? കിഷൻ 30ന്റെ ആൻസർ Second one. ഫസ്റ്റാ? Second one. അവന്തിക 30ന്റെ ആൻസർ? കിഷാൻ ഏതാ? സെക്കൻഡ് വണ്ണാ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 26. കറക്റ്റാ? 27 കറക്റ്റാ? 28 ഇതല്ല, ഇതാണ്. എന്താ റീസൺ എന്നറിയോ?
രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. ഇങ്ങനെയല്ലേ ഉള്ളത് അല്ലേ? ഈ പിക്ക് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റും ആകും. അതേസമയം ഈ ക്വസ്റ്റ്യനിൽ ഇത് ഏകദേശം ഈ രണ്ടും മൂന്നും ഏകദേശം ഒരേപോലെ ഉണ്ട് അല്ലേ? ഏത് കൊടുത്താലും നമുക്ക് ഫിഗർ കംപ്ലീറ്റ് ആവുന്നു അല്ലേ? ഈ രണ്ടെണ്ണവും ഏകദേശം ഒരേപോലെ ഉണ്ട്. ശരി, 29th വന്നിട്ട് ഫസ്റ്റ് ഫിഗറാണ് ആൻസർ. നിങ്ങൾക്ക് എങ്ങനെ സെക്കൻഡ് ഫിഗർ കിട്ടി? ഫസ്റ്റ് ഫിഗർ വൃത്തിയായിട്ട് മാച്ച് ആവുന്നുണ്ട്. നോക്ക്, ഇങ്ങനെ കറക്റ്റായി വരുന്നില്ലേ ഫസ്റ്റ് ഫിഗർ? 3 പേർക്കും ഈ സെക്കൻഡ് ഫിഗർ പറഞ്ഞ 3 പേരും തെറ്റാണ്. മനസ്സിലായില്ലേ? ഈ ഭാഗം നോക്കൂ, കുഴിഞ്ഞും കൊണ്ടാണ് ഉള്ളത്. മനസ്സിലായോ ദയ? 30 വന്നിട്ട് സെക്കൻഡ് വൺ, അത് വേണമെങ്കിൽ കറക്റ്റ്. ഓക്കെ, സോ എല്ലാവർക്കും 5 ഔട്ട് ഓഫ് 5 4 ആണ് ആൻസർ. 4 ആണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വെച്ചിട്ട് നോക്കൂ. There is a question figure on the left side and 4 answer figures marked 1, 2, 3, 4 are given on the right side. Select the answer figure which is exactly the mirror image of the question figure when the mirror is held at XY. Indicate your answer by number of the answer figure chosen by you in the box against the number corresponding to the question. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഫിഗറിൽ തന്നിരിക്കുന്നതിൽ മിറർ എവിടെ വെച്ചിട്ടുണ്ടെന്ന് നോക്കൂ. XY എന്ന് പറയുന്നതാണ് അത്ര മിറർ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് നമുക്ക് ഫിഗർ വരേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ? തേർഡ് വൺ. മിറർ ഇമേജ് ഓർമ്മയുണ്ടോ? ശരി, അവന്തിക എത്രയാ പറഞ്ഞ? കിഷൻ? ദയ? ഫസ്റ്റ് വൺ. മാം ഫസ്റ്റ് വൺ. ഫസ്റ്റ് വൺ അല്ലേ? സെക്കൻഡ് വൺ മാം, സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ ആരൊക്കെയാ പറഞ്ഞ? അവന്തികയുടെ ആൻസർ എന്താ? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ. കിഷൻ? സെക്കൻഡ് വൺ. ആരും ഫസ്റ്റ് വൺ പറഞ്ഞല്ലോ. ഞാൻ തെറ്റായിരുന്നു. ക്ലാസ് 33. സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ. ദയ? സെക്കൻഡ് വൺ. 34. തേർഡ് വൺ. കിഷൻ?
Third one. Third one. Next 35. Fourth one. Fourth one. Kishan. Fourth one. ഏതാണ്? Fourth one. ഓക്കെ. മിറർ ഇമേജ് ആണ്. ഈ ഭാഗം, ഈ എൻഡാണ് നമുക്ക് ഫസ്റ്റായിട്ട് കാണുക. സോ ഇത് കറക്റ്റാണ്. ഈ ലാസ്റ്റത്തെ ഭാഗം ഈ ഭാഗമായിട്ടാണ് കാണുക. ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും റൈറ്റ് ലെഫ്റ്റ് ആയിട്ടാണ് കാണുക. സോ 31 ആൻസർ വന്നിട്ട് ഫോർത്ത് ഓപ്ഷൻ കറക്റ്റാണ്. 32 വന്നിട്ട് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് 33 വന്നിട്ട് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ്. 34 തേർഡ് ഓപ്ഷൻ അതും കറക്റ്റ്. 35 ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ്. സോ 5 ഔട്ട് ഓഫ് 5. അടുത്തത് എ പീസ് ഓഫ് പേപ്പർ ഇസ് ഫോൾഡഡ് ആൻഡ് പഞ്ച്ഡ് ആസ്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇനി പഞ്ച്ഡ് ഫിഗർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അത് ക്യാമറ ഓൺ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാരണം ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. കാണിച്ചു തരാം ഒരു ക്ലാസ്സിൽ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എ പീസ് ഓഫ് പേപ്പർ ഇസ് ഫോൾഡഡ് ആൻഡ് പഞ്ച്ഡ് ആസ് ഷോൺ ഇൻ question figure on the left side and 4 answer figure marked 1, 2, 3, 4 are given on right side. Select the answer figure which indicate how the paper will appear when open. Unfold. Indicate your answer by number of answer figure chosen by you in the box against the number corresponding to the question. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫോൾഡ് ചെയ്യാണ്. ഒരു പേപ്പർ ഇതാ ഇങ്ങനെയുണ്ട് ഒരു പേപ്പർ. ആദ്യം അതിന് ഈ ഭാഗത്തിനെ അങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. ഫോൾഡ് ചെയ്യുന്നു ജസ്റ്റ്. പിന്നെ വീണ്ടും നമ്മൾ ഇതിപ്പോൾ എന്താവും, ഇതോടുകൂടി കട്ടാവും അല്ലേ. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ആവും. വീണ്ടും ഈ ഭാഗം ഉണ്ടല്ലേ, ഇത് ഇങ്ങോട്ട് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ മാറും. ഇപ്പം എന്ത് ചെയ്യുന്നു, 2 ഡോട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നു. പഞ്ച് ചെയ്യുന്നു. പഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം ഹോളിലൊക്കെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഹോൾ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ആൻസർ ഷീറ്റ് ഉണ്ടല്ലേ, അതിൽ പണ്ടൊക്കെ നമ്മളിപ്പോൾ സ്റ്റാപ്ലറൊക്കെ അടിക്കുന്നില്ലേ, അതിനൊക്കെ പണ്ട് നൂല് വെച്ച് കെട്ടുക ചെയ്യുക. അപ്പോൾ അതിനെ പഞ്ച് ചെയ്യും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇതിങ്ങനെ തുറക്കില്ലേ, ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട് വരും. പിന്നെ ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഇങ്ങനെ വരും. ഇതിലേതാ ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. തേർഡ് വൺ ആണ് ആൻസർ. കിഷൻ ഇത് വീണ്ടും തുറക്കുമ്പോൾ നമുക്ക് 4 ഭാഗത്തേക്കും വരിക ചെയ്യാം. ഇപ്പം ഇവിടെ ഉള്ളത് ഇത് ഇവിടെ നിന്ന് സ്പ്രെഡായി ഇവിടെയും വരും. അതുപോലെ ഇത് ഇവിടെ വരും, ഈ പോയിൻ്റ് ഇവിടെ വരും. അതേപോലെ തന്നെ ഇവിടെ. നിങ്ങളിതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ തന്നെ റോൾ ചെയ്തിട്ട് ഡോട്ട് വെച്ച സ്ഥലത്ത് ഒരു 2 കുത്ത് പെൻസിൽ വെച്ചിട്ട് കൊടുക്കുക. ഹോൾഡ് ചെയ്യുക. എന്നിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോറേജ് ഇല്ലാത്തത് കാരണം ഈ ക്യാമറ ഓൺ ചെയ്താൽ വർക്കാവില്ല പിന്നെ. ഓക്കെ, അതാണ് പിന്നെ പറഞ്ഞുതരാതെ വിട്ടത്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഇതെന്തായിരിക്കും. 37 ഈ ഭാഗം വീണ്ടും ഇങ്ങോട്ടും വരില്ലേ? കിഷാൻ ഫോർത്ത് വൺ പറഞ്ഞു. അവന്തിക എന്താ പറഞ്ഞേ? തേർഡ് വണ്ണാ പറഞ്ഞു. തേർഡ്
ദയ First one. ഫസ്റ്റ് വൺ. പക്ഷേ ആൻസർ എന്തറിയാമെന്നറിയോ? കിഷാൻ പറഞ്ഞ ഫോർത്ത് വൺ ആണ്. നോക്കൂ, ഈ പേപ്പർ ഇപ്പോൾ ഇതുവരെ എത്തിയില്ലേ? ഇതാണ് ലാസ്റ്റായിട്ട് ഷേപ്പാക്കിയത്. ഇനി ഇത് തുറക്കുമ്പോൾ എന്താവുമെന്നറിയോ? ഇങ്ങോട്ടാണ് തുറക്കുന്നത്, റൈറ്റ് സൈഡ്. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ മടക്കി വെച്ചിരിക്കുന്നത്. ഇനി തുറക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കല്ലേ, അപ്പോൾ ഇതിങ്ങനെ മാറും. പിന്നെ ഇത് മേലേക്കാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ താഴേക്ക് വരണം. താഴേക്ക് വരുമ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെയാവും. അപ്പോൾ കിഷാൻ പറഞ്ഞ ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് കേട്ടോ. ഇനി 38. First one. First one. First one. First. First one. ഫസ്റ്റ് 38 കറക്റ്റാണ്. എന്താ വെച്ചാൽ ഇത് ഇനിയിപ്പോൾ എങ്ങനെ വരുന്ന വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതിങ്ങനെയായിട്ട് മാറും. ഇതിങ്ങനെയായി മാറും. പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിക്കണം നമ്മൾ. ഇതിനെ ഇങ്ങോട്ട് തിരിച്ചത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് തിരിക്കണം. സോ ഇതിങ്ങനെ ഉണ്ടല്ലേ, വീണ്ടും നമ്മൾ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇതിങ്ങനെയാവും. കറക്റ്റാണ്. ഇത് 39. Third one. Third one. Third one. ദയ എന്ത് പറയണു? Third one. ഉറപ്പിക്കാം അല്ലേ? ഓക്കെ. 40th ക്വസ്റ്റ്യൻ നിങ്ങൾ Second one. Second one. Second. ഓക്കെ. സോ 39 കറക്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇങ്ങനെയല്ല, 39 വന്നിട്ട് ഈ ഫോൾഡ് ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോൾഡ് ഇങ്ങനെ ഇതിലേക്ക് വരും. സോ ഇങ്ങനെയാവും. പിന്നെ വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ ഭാഗത്താണ് വരിക. അപ്പം ഇതേ പിക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ ഇവിടെ രണ്ടെണ്ണം. ആദ്യം ഇവിടെ വരും, ഇങ്ങനെ വരാം. കെട്ടിയിടും. ആരിനെ കെട്ടിയിടാൻ പോണ്? ദയാണോ? ദയ ആരിനെ കെട്ടിയിടാൻ പോണ്? ദയ. ഓക്കെ, ഇതാണ് കേട്ടോ ആൻസർ. 40th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 2. അതും കറക്റ്റാണ്. വൃത്തിയായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A question figure is given on the left side and the four answer figures marked 1, 2, 3, 4 are given on the right side. Select the answer figure which can be formed from cut out pieces given in the question figure and write your answer only in English number 1, 2, 3, 4 in the box against the number corresponding to the question figure. ഇത് കംപ്ലീഷൻ തന്നെയാണ്. ഫിഗർ ഫസ്റ്റ് വൺ. ഓക്കെ, അവന്തിക ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ട്. മാം ഫസ്റ്റ് വൺ. ഓക്കെ, കിഷാൻ ഏതാ ആൻസർ? ഏതാണ്? കിഷാൻ ഫസ്റ്റ് വൺ. ഫസ്റ്റ് വൺ. 42.
Last one. Last. Last one. $43. Second one. Kisha. Second one. $44. Second one. First one. അവന്തിക പറഞ്ഞതാണോ? Yeah. പറയൂ. First one. 45. Next one. First one. First one. ഓക്കെ. സോ 41 വന്നിട്ട് ഫസ്റ്റ് വൺ കറക്റ്റാണ്. 42 വന്നിട്ട് ഓപ്ഷൻ 4 കറക്റ്റ്. 43 ഓപ്ഷൻ 2 കറക്റ്റ്. 44 ഓപ്ഷൻ 2 ദയ പറഞ്ഞതാണ് കറക്റ്റ്. കിഷാനും അവന്തികയും പറഞ്ഞത് തെറ്റാണ്. എന്തായിരിക്കും റീസൺ? രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട് അല്ലേ? പക്ഷേ എന്താ സംഭവം എന്നറിയോ? ഈ സാധനം ഇതിൽ വൃത്തിയായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഈ പീസ് തലതിരിച്ച് ഇവിടെ തന്നിട്ടുണ്ട് സ്ക്വയർ തന്നിട്ടുണ്ട്. പക്ഷെ ഇതാവുമ്പോൾ ഏകദേശം രണ്ടും ഒരേപോലെ തന്നെയാണല്ലോ. സോ ഐദർ 1 or 2 വരാട്ടോ. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ പെടുക ശരിക്കും. ഓക്കെ, 45. വന്നിട്ട് ഫസ്റ്റ് വൺ കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഗിവൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് 4 ആൻസർ ഫിഗേഴ്സ് മാർക്ക്ഡ് 1, 2, 3, 4 ആർ ഗിവൻ ഓൺ ദ റൈറ്റ് സൈഡ്. സെലക്ട് ദ ആൻസർ ഫിഗേഴ്സ് വിച്ച് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഹിഡൻ. എംബെഡഡ് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക. ആൻഡ് റൈറ്റ് യുവർ ആൻസർ ഓൺലി ഇൻ ഇംഗ്ലീഷ് നമ്പേഴ്സ് 1, 2, 3, 4 in the box against the number corresponding to the question. So ക്വസ്റ്റ്യൻ ഫിഗറിൽ തന്നിട്ടില്ലേ 46-ൽ, അത് ആ ചിത്രം ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരു ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഏതാണ്? ഫസ്റ്റ് വൺ. ദയ അല്ല കിഷ. 47. Third one. അടുത്തത് 48. First one. 49. Third one. കിഷാൻ ഏതാ? Third one. 50. Third one. So 46 വന്നിട്ട്
ആൻസർ ഓപ്ഷൻ 1 കറക്റ്റ്. 47 3 48 1 49 3 40 അല്ല 53 കറക്റ്റാണ് കേട്ടോ. 5 ഔട്ട് ഓഫ് 5 ആണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ അർത്ഥമാറ്റിക് പ്രോഗ്രഷനും ചെയ്യും, അർത്ഥമാറ്റിക് ടെസ്റ്റും ചെയ്യണം. ഇത് മാത്സ് ഇതേപോലെ നിങ്ങൾ ആൻസർ ചെയ്യണം, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത പോലെ ഇതും ചെയ്യണം. പിന്നെ ഇംഗ്ലീഷും ഇവിടെ കണ്ട ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ 5 പാസേജാണ് ഇപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 50 ക്വസ്റ്റ്യനോളം റീസണിങ്ങും. ഇത് വന്നിട്ട് 2018 നടന്ന എക്സാമിൻ്റെ കേട്ടോ. അപ്പോൾ മാത്സ് കുറച്ച് കുറവാക്കിയിട്ടുണ്ട് തോന്നുന്നു. ദ ഡെസിമൽ സിസ്റ്റമാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ശരി, ഇപ്പം നാളത്തെ നമ്മൾ ഇതിൽ മാത്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. Bye. Bye.